യുവജനോത്സവത്തിന്റെ അവതരണ ഗാനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിട്ടിരിക്കുന്ന ഒരു നടിയുടെ പരാമർശത്തെ തുടർന്നുണ്ടായ വിവാദങ്ങൾ കൊടുക്കുകയാണ്. അതിനിടയിൽ നമ്മോടൊപ്പം കഴിഞ്ഞ വർഷം ഇത് വേദിയിൽ അവതരിപ്പിക്കുകയും ഇത് സ്വമേധ ഏറ്റെടുത്ത ഒരു നടിയുണ്ട്, ആശ ശരത്ത്. മാമിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. മാത്രമല്ല മാം ഒരു ഷൂട്ടിന്റെ തിരക്കിലാണ്, അതുകൊണ്ട് നമുക്ക് വളരെ വേഗം അവരെ ഇക്കാര്യത്തിൽ നിന്ന് ഫ്രീ ആക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വളരെ വേഗം പോകാം. മാഡം, കഴിഞ്ഞ പ്രാവശ്യം മാഡം തന്നെയാണ് ഇത് ഏറ്റെടുത്ത് നടത്തിയതും കുട്ടികൾക്കൊപ്പം ഡാൻസ് ചെയ്യുകയും അങ്ങനത്തെ ഒരു വീഡിയോസും ഫോട്ടോസും ഒക്കെ ആ സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു. ഇപ്പോൾ ഒരു നടി, ഒരു പ്രമുഖ നടി ഇതുമായി ബന്ധപ്പെട്ട് അവർ യുവജനോത്സവ വേദികളിൽ നിന്നും വന്ന ഒരാളാണ്. ഇത്ര വലിയൊരു തുക ആവശ്യപ്പെടുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അത് കുട്ടികളുടെ ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് യുവജനോത്സവവുമായി ബന്ധപ്പെട്ട ആണെങ്കിൽ കഴിഞ്ഞ തവണ ഇത് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എന്താ അഭിപ്രായമാണ് പറയാനുള്ളത്? കഴിഞ്ഞ തവണ ഇത് ചെയ്യാനുണ്ടായ സാഹചര്യം, അതിന് മുന്നത്തെ വർഷം ഞാനും കൂടെ ചേർന്നിട്ടാണ് ഭദ്രദീപം കൊളുത്തിയത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് ബഹുമാനപ്പെട്ട CM-നോടൊപ്പം. അപ്പൊ അന്ന് അവിടുത്തെ കുറച്ച് കുട്ടികൾ എന്നോട് ആ ബാക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യായിരുന്ന കുട്ടികൾ ചോദിച്ചു, കുറച്ച് എന്തെങ്കിലും ഞങ്ങളുടെ കൂടെ കുറച്ച് ചുവടുകൾ വെക്കുമോ എന്നുള്ളത്. അപ്പൊ അന്ന് അവർക്ക് കൊടുത്ത വാക്കാണ്, അടുത്ത വർഷത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നിങ്ങളോടൊപ്പം പെർഫോം ചെയ്യാൻ വേണ്ടി ഞാൻ വരുമെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ അടുത്ത വർഷം ഗവൺമെന്റ് എന്നെ വിളിക്കുകയും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തത്. ഞാൻ തന്നെ ദുബായിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്ന് കുട്ടികളെ പഠിപ്പിച്ച്, എന്നോടൊപ്പം ബിജു ഉണ്ടായിരുന്നു, ഞങ്ങൾ പഠിപ്പിച്ചിട്ടാണ് വേദിയിൽ എത്തിയത്. ഞാൻ പ്രതിഫലം വാങ്ങിക്കാതെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ അതെല്ലാം വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എന്നുള്ളത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. ഞാനൊരു അധ്യാപിക കൂടിയാണ്, നർത്തകി മാത്രമല്ല. ഒരുപാട് കുട്ടികളെ ഇതിന് മുന്നേ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വേദിയിൽ എത്തിച്ചിട്ടുള്ള ഒരാളാണ്. ആ വേദി എന്ന് പറയുന്ന ഒരു സ്വപ്നവേദി ആയതുകൊണ്ട് ഞാൻ തീരുമാനിച്ചതാണ് എനിക്ക് അതിനൊരു പ്രതിഫലം വേണ്ട എന്നുള്ളത്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്നോട് എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇല്ല, സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്യാമെന്ന് ഞാൻ തന്നെയാണ് അവരോട് പറഞ്ഞത്. പക്ഷെ അവർ അത് ചോദിക്കുന്നു എന്നുള്ളതിൽ തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന നൃത്തത്തിന് വേതനം തീരുമാനിക്കുന്നത് നമ്മളാണ്. ഗവൺമെന്റിന്റെ ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ അതിനെല്ലാം കൃത്യമായിട്ടുള്ള വേതനം തന്നുകൊണ്ട് തന്നെയാണ്, റെമ്യൂണറേഷൻ തന്നും ഞാൻ വാങ്ങിച്ചുമാണ് പ്രോഗ്രാം ചെയ്യാറുള്ളത്. ഇത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ആയതുകൊണ്ട് കുട്ടികളുടെ കൂടെ ചെയ്യാന്നുള്ളത് ഒരു കലാകാരി എന്ന നിലയിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഏറ്റെടുത്തത്. ഇപ്പൊ ഈ കാലത്താണല്ലോ, ഇപ്പൊ പെൻഡ്രൈവിലായാലും CD-യിലൊക്കെ ആയാലും നമ്മള് പാട്ട്, കീർത്തനങ്ങളും പദങ്ങളും വർണ്ണങ്ങളും ഒക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുക. മുൻപ് പക്കമേളക്കാർ വേണം, അത് മസ്റ്റ് തിങ് ആയിരുന്നു. അപ്പൊ അതിന് ചെലവാകുന്ന ഒരു ഐറ്റം സ്റ്റേജിൽ കയറാൻ വേണ്ടി ചെലവാകുന്ന തുക എന്നൊക്കെ പറയുമ്പോൾ ഒരു യുവജനോത്സവത്തെ സംബന്ധിച്ചിട്ട് മാമിന് അറിയാം, ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമല്ലോ. അപ്പം ജില്ലാ, ജില്ലാ റവന്യൂ, സ്റ്റേറ്റ് അങ്ങനെ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഈ ചിലവൊക്കെ മീറ്റ് ചെയ്തിട്ടാണ് ഒരാള് കലാതിലകം അല്ലെങ്കിൽ കലാപ്രതിഭ പട്ടം എന്നുള്ള ഒരു ഇതില് അപ്പൊ അവരുടെ തന്നെ അധ്വാനം അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അങ്ങനെ വളർന്നു വന്ന ഒരാള് എന്ന് പറയുമ്പോ ഒരു കലാകാരിക്ക് അവരുടെ റെമ്യൂണറേഷൻ തീരുമാനിക്കാനുള്ള റൈറ്റ് ഇല്ലേ? ഉണ്ട്. അതെ, അത് കലാകാരി, ഏത് കലാകാരിയാണെങ്കിലും, ഇപ്പൊ സ്കൂൾ ജനോത്സവത്തിൽ നിന്ന് വന്ന ആളല്ല, ഏതൊരു കലാകാരിയാണ്. ഇപ്പം സപ്പോസ് പക്കം വായിക്കുന്ന, മൃദംഗം വായിക്കുന്ന, വായ്പാട്ട് പാടുന്ന കലാകാരന് തീരുമാനിക്കാം അവരുടെ റെമ്യൂണറേഷൻ എന്താണെന്നുള്ളത്. ഒരു സിനിമയ്ക്ക് നമ്മൾ എന്ത് വാങ്ങിക്കണം എന്ന് മറ്റൊരാളല്ല തീരുമാനിക്കുക, നമ്മൾ തന്നെയാണ് തീരുമാനിക്കുക. ഒരു നൃത്ത പരിപാടിക്ക് നമ്മൾ എന്ത് റെമ്യൂണറേഷൻ വാങ്ങിക്കണം എന്ന് നമ്മളാണ് തീരുമാനിക്കുക. അത് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കലാകാരിയാണ്, കലാകാരന്മാരാണ്. ഞാൻ വേണ്ടാന്ന് വെച്ചത് ഞാൻ എടുത്ത തീരുമാനമാണ്. കുട്ടികളോടൊപ്പം ചെയ്യാനുള്ള എൻ്റെ ഒരു ഇഷ്ടം, ആ ഒരു കൗതുകം, ആ വേദിയോടുള്ള ഒരു എന്താ പറയുക, ഒരു ബഹുമാനം കൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. അതുകൊണ്ട് മറ്റൊരാൾ വേണ്ടാന്ന് വെക്കണം എന്നില്ല. ഈ ഒരു അവസരത്തിൽ അത് ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആയിട്ടാണ് തോന്നുന്നത്. കാരണം മാം സ്വയം വേണ്ട, റെമ്യൂണറേഷൻ വേണ്ട, കുട്ടികളോടൊപ്പം വേദി പങ്കിടാൻ പറ്റുന്ന ഒരു അവസരം ഇല്ലാതാക്കിയില്ല. അങ്ങനെ വരുമ്പോ ഈ ഒരു വിവാദം കൊടുക്കുന്ന സമയത്ത് എനിക്ക് അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര അഭിനന്ദനാർഹമായിട്ടാണ് തോന്നുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു അഭിപ്രായത്തോട് വിയോജിപ്പില്ല എന്ന് തോന്നുന്നു അല്ലെ? തൊഴിൽ ചെയ്യുന്നവർക്ക് എന്താണ് റെമ്യൂണറേഷൻ വാങ്ങിക്കേണ്ടത്, എന്ത് പ്രതിഫലം വാങ്ങിക്കണം എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് തൊഴിൽ ചെയ്യുന്നവർക്കുണ്ട്. ഞാൻ വേണ്ട എന്ന് തീരുമാനിച്ചത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇപ്പൊ ഈ ഒരു അവസരം മാമിലേക്ക് വന്നാലും ഓപ്റ്റ് ചെയ്യോ? തീർച്ചയായിട്ടും ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ തീരുമാനിക്കും. ഇതൊരു എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നർത്തകി മാത്രമല്ല, ഞാൻ അധ്യാപിക കൂടിയാണ്. കുട്ടികളെ പഠിപ്പിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് മികച്ച കലാകാരികളും കലാകാരന്മാരുമാണ് നമ്മുടെ കേരളത്തിന് സ്വത്തായിട്ടുള്ളത്. ഓരോ തലമുറ കഴിയും തോറും നമുക്കിങ്ങനെ കൗതുകത്തോടെ, അത്ഭുതത്തോടെയാണ് അവരുടെ പ്രകടനം നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോടെ. ഞാൻ ഈ വർഷം കാണാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഷൂട്ടിന്റെ തിരക്കിലാണ്, എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ ഫൈനലി ഒരു ചോദ്യം കൂടെ, പുതിയ കലാകാരന്മാരോട് എന്താണ് പറയാനുള്ളത്? ഭയങ്കര ബഹുമാനമാണ് എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളോടുള്ളത്. കാര്യം ഇത്രയും പഠിത്തത്തിന്റെ ഇടയിലും അവരിതൊക്കെ ശ്രദ്ധിക്കുന്നു.
മത്സര രംഗത്തിലുപരി ഇത് ഭയങ്കര കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം. കാര്യം അത്രയും ടാലന്റഡ് ആണ് ഇപ്പോഴത്തെ കുട്ടികൾ. പലരും വിചാരിക്കുന്നത് മത്സരം കഴിഞ്ഞ് നമുക്കിത് നിർത്താം എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും ചെയ്യാതെ, കാര്യം പഴയ തലമുറയെക്കാളും ഓരോ വർഷം വരുന്തോറും അവരുടെ ചിന്തകളും, അവർക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂട്യൂബ് ഞെക്കിയാൽ ലോകമെമ്പാടുമുള്ള കലാകാരികളുടെ നൃത്തം അവർക്ക് കാണാൻ സാധിക്കും. അതെല്ലാം അവർക്കൊരു ഗൈഡൻസ് തന്നെയാണ്. അപ്പോൾ ഇവരിതെല്ലാം കണ്ട് കോമ്പറ്റീഷൻ കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ 12th കഴിഞ്ഞ് നിർത്താതെ മുന്നോട്ട് പോയിട്ട് കേരളത്തിന്റെ ഒരു 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 സ്റ്റാമ്പ് അവരുടെ പേര് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. എല്ലാ കലാകാരന്മാർക്കും, മത്സരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആശംസകളും. സ്റ്റേജ് ഓറിയന്റഡ് ആയി പോകുന്നുണ്ട് മത്സരങ്ങൾ എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഒരു അലാരിപ്പ് വരെ പഠിപ്പിച്ചു, പിന്നെ നേരെ 1-2 വർണ്ണം അല്ലെങ്കിൽ പദം മത്സരത്തിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുവാണ് ചെയ്യുന്നത്. ആ ഒരു രീതി കൊണ്ട് പിള്ളേർ വിചാരിക്കും അതായിരിക്കും ഭരതനാട്യം അല്ലെങ്കിൽ അതായിരിക്കും ഈ നൃത്ത ഐറ്റം എന്ന് വിചാരിക്കുന്ന ഒരു അവസരം ഉണ്ടാവില്ല. അപ്പൊ അതിനോട് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറേണ്ട സാഹചര്യം 100% അതിനോട് ഒരു ക്യാപ്സൂൾ പോലെ ഒരു നൃത്തം പഠിപ്പിക്കുന്നതിൽ കാര്യമില്ല. അത് അറിഞ്ഞ് മനസ്സിലാക്കി അതൊരു ഉപാസനയാക്കി മുൻപോട്ട് കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ. താങ്ക് യു സോ മച്ച്. അതാണ് സ്വന്തം ഇഷ്ടപ്രകാരം. ഇത് ഓരോരുത്തരുടെ ചോയ്സസ് ആണ്. സ്വന്തം ഇഷ്ടപ്രകാരം കഴിഞ്ഞ തവണത്തെ യുവജനോത്സവത്തിന്റെ അവതരണ ഗാനം ചൂസ് ചെയ്ത ഒരാളാണ് നമ്മളോടൊപ്പം ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞത്. ആശാ ശരത് ചൂസ് ചെയ്തതുപോലെ മറ്റുള്ളവർ ചൂസ് ചെയ്യണമെന്നില്ല ഒരഭിപ്രായം കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആത്മ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.